I come in, sir? Yes, come in. ശരി ശരി. ആ വരൂ. Sir, പ്ലീസ് ബി സീറ്റഡ്. thank you, sir. സാജൻ മാത്യു കമ്മീഷനായിട്ട് ചാർജ് എടുത്തോ? പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ സുപ്പീരിയേഴ്സിനൊക്കെ കണ്ടിട്ട് വേണമല്ലോ ചാർജ് എടുക്കാൻ. ആ ഫോർമാലിറ്റീസ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ സർ? ഒരു വർഷത്തിനിടയ്ക്ക് ഇത് എത്രാമത്തെ ട്രാൻസ്ഫറാ? രണ്ടാമത്തെയോ മൂന്നാമത്തെയോ? നാലാമത്തെയാണ് സർ. എന്തായിരുന്നു കാലിക്കറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫറിന്റെ പ്രൊവോക്കേഷൻ? കുന്നിക്കൽ ഹംസവധ കേസ്. പ്രതികൾ ഭരണകക്ഷിയിലെ ഘടകകക്ഷിയുടെ ഉന്നതന്മാർ. കേസ് അന്വേഷണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഘടകകക്ഷിയുടെ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി. ഞാൻ കോഴിക്കോട്ട് നിന്നും ഇങ്ങോട്ട് തെറിച്ചു. ഒരാഴ്ച കൂടി ഞാൻ അവിടെ ഇരുന്നെങ്കിൽ എല്ലാറ്റിനെയും അകത്താക്കിയനെ. എടോ, താനോ ഞാനോ വിചാരിച്ച ഈ നാട് നന്നാവില്ല. വെറുതെ നമ്മുടെ എനർജി കളയാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. റൊട്ടീനായി ജോലി ചെയ്ത് പെൻഷൻ പറ്റുക, അത്ര തന്നെ. അത് ശരിയാ. പക്ഷേ 1-ാം തീയതി ഒപ്പിട്ട് കൊടുക്കുന്ന സാലറി ബില്ലിനോട് അല്പമെങ്കിലും നീതി പുറത്തണ്ടേ? അപ്പോ അടുത്ത ട്രാൻസ്ഫർ ഓർഡറും പോക്കറ്റിലിട്ടുണ്ടാ വന്നിരിക്കുന്നെന്ന് പറ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഓ അങ്ങനെ പോണ്. ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവൻ എന്തിയേ? സാജൻ സാറ് തിരുവനന്തപുരത്ത് ഇതുവരെ എത്തിയില്ല. ഓ, അവന് ട്രാൻസ്ഫർ ഓർഡർ വാങ്ങാനല്ലേ സമയമുള്ളൂ. ഇവിടെ ആയതുകൊണ്ട് താമസത്തിന്റെ കാര്യം രക്ഷപ്പെട്ടു. എന്റെ അനിയൻ ചാക്കോച്ചനും ഫാമിലിയും ദുബായിലായതുകൊണ്ടേ ഈ വീട് കിട്ടി. ഇതെല്ലാം എടുത്തു വയ്ക്കേ. പിന്നെ അമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്നാ വിശേഷം പറയാനാ. ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ എറണാകുളം. ഓ എന്റെ കർത്താവേ, നാട് ചുറ്റി ചുറ്റി മടുത്തു. താൻ ഇവിടെ എപ്പോ എത്തി? സാറ് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് പോന്ന അമ്മച്ചി. ശരി അമ്മച്ചി. ചെറിയച്ഛനൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. അല്ല അമ്മച്ചി, നീ ആ പെട്ടി ഇഞ്ഞെടുക്ക. അല്ല ഞാനത് നീ അതാ മുറിയിലോട്ട് വെക്കേ. മോളെ, നിനക്ക് എന്നാ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണ്ടേ? ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യണം. ഞാനൊന്ന് കുളിച്ചേച്ച് വരാം. വെള്ളം ഒഴിക്കാതെ കൊണ്ടുപോവാ. അല്ല പുതിയ കമ്മീഷൻ സാർ ആളെങ്ങനെയാ? 6 അടി പൊക്കം, 45 വണ്ണം. അയ്യോ അതല്ല, സംതിങ്ങിലെ മെഡിക്കൽ കൂട്ടത്തിലാണോ? ഒന്ന് പതുക്കെ പറയടോ നാരായണൻകുട്ടി. ഒറ്റ പൈസ കൈക്കൂലി വാങ്ങൂല. ആരെങ്കിലും കൈക്കൂലി വാങ്ങിച്ചെന്ന് അറിഞ്ഞാൽ അപ്പ സസ്പെൻഷൻ ഓർഡർ എഴുതി കൈ തരും. മന്ത്രിമാരെ വിളിച്ച് പറഞ്ഞാൽ പോലും പുള്ളി കേൾക്കൂല. അതായത് കാക്കയുടെ സ്വഭാവം. കാക്കയോട്ട് തിന്നോ ഇല്ല, പട്ടിയെ കൊണ്ട് തീറ്റിക്കത്തില്ല. അതായത് ഞാനോട്ട് തിന്നുകയില്ല, തന്നെ കൊണ്ടിട്ട് തീറ്റിക്കുകയില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് വാങ്ങിച്ച് പോയാലെന്ന് അതിന്റെ ഒന്നും ഒരു ആവശ്യം വരില്ല നാരായണൻകുട്ടി. പുള്ളിക്കാരൻ 3 മാസം തയ്ച്ച ഒരുത്തിരുന്നിട്ടില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ പുറകെ തന്നെ ട്രാൻസ്ഫർ ഓർഡറും വരും. ട്രാൻസ്ഫറും സസ്പെൻഷൻ ഡിസ്മിസും ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. ജോലി പോയാലും പുള്ളിയുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള വകയുണ്ടേ. അതാണ് പുള്ളിക്കാലത്ത് സ്ട്രിക്റ്റ്. അല്ല സാറേ, നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് പതുക്കെ പറയടോ. എടോ, താൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അപ്പൊ നമ്മളോ ഹിന്ദുസ്ഥാനി. അതൊരു പ്രശ്നമേ അല്ല. താൻ എന്തെങ്കിലും ഫ്രോഡിസം കാണിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, അറിയാവോ? അല്ലെങ്കിൽ തൊപ്പി അങ്ങ് പോവും. ഒരു മണമില്ല സാറേ. എന്തിന്റെ മണം? മാങ്ങയുടെ മണം. താനെന്ന് കുളിച്ചായിരുന്നോ? അതിന്റെ മണമാ. താൻ പോയി കുളിച്ചിട്ട് വാ. ചെല്ലു പോ. വെറുതെ ആവശ്യമില്ലാണ്ട് മനുഷ്യന് കഷായം കുടിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നാരായണൻകുട്ടി, ഇതാരാ? ഇന്നലെ വന്ന ആളുടെ മകനാണ് സാർ. ദൈവമേ, ഇന്നലെ വന്ന ആളുടെ മകനോ? ശരി, താൻ പോ. എന്താ കാര്യം? പബ്ലിക് ആയിട്ടാണോ? May I come in? Yes, come in. താനിപ്പോ ഇവിടെയാണോ? അതെ സാർ, ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി ഇങ്ങോട്ട് പോകുന്നതാ. വേണ്ട സാർ, ഞാൻ ഇവിടെ അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അപ്പോ മറ്റവൻ തന്നെ ആയിരിക്കും കാരണം. അയ്യോ അതല്ല സാർ, ഞാൻ നിർത്തിയോ? നിർത്തിയല്ല സാർ, നിർത്തിച്ചതാ. ആര്? എന്റെ ഭാര്യ. ഞാൻ കുടി നിർത്താൻ വേണ്ടി അവളൊരു
നേർച്ച നേർന്നു. ഒരാഴ്ച ഇളങ്ങാൻ വിളി ചെയ്ത് ധ്യാനം ഇരുന്നോളാമെന്ന്. അങ്ങനെ വല്ലപ്പോഴും കുടിക്കുന്നുള്ള ടെംപ്റ്റേഷൻ മാറി. ഇപ്പൊ എപ്പോഴും കുടിക്കണമെന്നായിരിക്കും. അയ്യ അങ്ങനെയൊന്നുമില്ല സാറേ. ഇതെന്താ? അല്ലാതെ ഇത് ഇവിടുത്തെ ദിവ്യന്മാരുടെ ലിസ്റ്റാ. ദിവ്യന്മാരോ? അതെ സാർ, ഇവിടുത്തെ VIP സ്ഥിരം ശല്യക്കാരാ. വെള്ളം പാർട്ടിയാ. സ്ഥിരം വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കുന്ന പാർട്ടിയാ. ദാ സം സ്മെൽ ഉണ്ടല്ലോ. ആ എനിക്കും തോന്നി. ഇപ്പില്ലല്ലോ. ഉണ്ടല്ലോ. ആ അത് ഈ കശുമാങ്ങ നീറ്റിയെടുത്ത കഷായത്തിന്റെ മണമാ. കശുമാങ്ങ നീര് ആ കഷായം. സാർ, കുറച്ച് നാളെ വയറ്റിലൊരു ഭയങ്കര വേദന. അപ്പൊ ഒരു ലോക്കൽ വൈദ്യരെ കണ്ടപ്പോ പറഞ്ഞു കശുമാങ്ങ നീര് വാറ്റിയെടുത്ത് കഷായം വെച്ച് 140 കഴിച്ചാൽ മതി എന്ന്. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് സാർ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വയറ്റിലൊരു വേദന വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇനി ഇങ്ങനെ സംശയം ഉണ്ടായാൽ താൻ സ്ഥിരം വീട്ടിലിരിക്കേണ്ടി വരും. അല്ല സാർ, ഞാനത് ഔട്ട്. അല്ല ഓ സാർ. കശുമാങ്ങ നീര്. അഡ്വഞ്ചർ ഉള്ളതുകൊണ്ട് ആ പേഷ്യന്റ് സെഡേഷൻ കൊടുക്കണം ഡോക്ടർ. ആ 6A പേഷ്യന്റ് എങ്ങനെയുണ്ട്? നോർമലാണ് ഡോക്ടർ. ആ എങ്ങനെയുണ്ട്? ചുമ മാറിയിട്ടില്ല. ആ കണ്ടിന്യൂ ദ സെയിം ട്രീറ്റ്മെന്റ്. യെസ് ഡോക്ടർ. 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകാം കേട്ടോ. മെട്രോജിലും പാരസെറ്റമോളും സ്റ്റോക്ക് ഇല്ലേ? ഓർഡർ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ. ഡോക്ടറെ സൂപ്രണ്ട് അന്വേഷിക്കുന്നുണ്ട്. ആ എന്തിന്റെ പിരിവാ? ഞങ്ങൾ ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. ഏത് ഇലക്ഷൻ? കോളേജ് ഇലക്ഷൻ. അതിന് വണ്ടി എന്തിനാ തടഞ്ഞു? വണ്ടി തരാതെ കാശ് കിട്ടുമോ? നിങ്ങളൊന്ന് മാറി നിൽക്കും, വണ്ടി എടുക്കട്ടെ. നിങ്ങൾ സംഭാവന തരണം. വാടാ വാ. ഇതെന്താ പിടിച്ചു പറയാ? വാചം അടിക്കാതെ കാശ് എടുക്കണോ? വേഗം എടോ ഇങ്ങനെ തോന്നുമ്പോ കാശ് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തരാ? വേഗം എടുത്താൽ എന്റെ നമ്പറിൽ എന്താ ഇവിടെ പ്രശ്നം? ഇതൊരു വല്ലാത്ത ശല്യമായിട്ടുണ്ട് സാറേ. ഓരോ ദിവസവും ഓരോ കാരണം പറഞ്ഞ് പിരിവാ. കൊടുത്തില്ലെങ്കിൽ ചില്ല എറിഞ്ഞു പൊട്ടിക്കും, ഇല്ലെങ്കിൽ കാറ്റഴിച്ചു വിടും. നടു റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനായി നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തന്നിരിക്കുന്നത്? വണ്ടി എടുക്ക. അങ്ങനെയൊക്കെ പോകാൻ പറ്റേ? പിരിവ് തന്നിട്ട് പോയാൽ മതി. സാറേ, ഞാൻ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറിയാ. ഭരണാശിലെ പാർട്ട്നർ സ്റ്റുഡൻസ് വിങ്. പുതിയതായി ചാർജ് എടുത്ത കമ്മീഷണറാ. നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ഇറങ്ങിയതാ. നാട്ടുകാരുടെ മുമ്പിൽ മാത്രമല്ല, നിന്റെ മുമ്പിൽ ഒന്ന് സൈൻ ചെയ്യിക്കാവടാ. എല്ലാത്തിനും അടിച്ചു മാറ്റ. മാറി നിൽക്കാനേ പറഞ്ഞത്. റോഡ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞില്ലേ? അടിച്ചു മാറണോ? എടുക്ക. നിങ്ങൾ വിട്ടു. ഈശോയെ, സമയം ഒരുപാടായി. അമ്മച്ചി പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മാതാവേ, കൊന്ത എത്തിക്കാൻ ഇരുന്നിട്ട് ഇത് 2ാമത്തെ പ്രാവശ്യം എഴുന്നേക്കുന്നത്. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. ജെസി വന്നില്ലേ? ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കേറിയേ ഉള്ളൂ. ആശുപത്രിയിലെ ഇന്ന് 2-3 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അവൾ വരാൻ കാത്തിരിക്കുകയെന്ന് തോന്നുന്നു ആശുപത്രിക്കാര്. ജെസി, എന്താ ഉറങ്ങി? വല്ലാത്ത ക്ഷീണം. എന്തേ ഇത്ര ടയർഡായത്? ഇന്ന് ഹോസ്പിറ്റലിൽ അല്പം തിരക്കായിരുന്നു. പ്രൊഫഷണൽ സിൻസിയറിറ്റി അതത്ര ഓവർ ആകണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ആളാ ഉപദേശിക്കുന്നേ. ഡ്യൂട്ടിക്ക് ഇറങ്ങിയ വീടും കൂടും പോലും മറക്കും. അത് മറക്കും. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം അങ്ങനെ മറന്നാ പോരെ? ഞാൻ എന്നേ പറയുന്നതാ ജോലിക്ക് പോകണ്ടെന്ന്. ഇനി ആ ശമ്പളം കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ കഴിയാൻ. ശമ്പളം മാത്രമല്ലല്ലോ, എത്ര നേരാന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക്.
ഒറ്റയ്ക്കല്ലല്ലോ. അമ്മച്ചിയില്ലേ? പിന്നെ ഞാനില്ലേ? ഉം? അങ്ങോട്ട് കൊടുക്കാൻ. ശരി സാർ. വണ്ടി റൈറ്റിലേക്ക് വിടും. ഫാസ്റ്റ്. വേഗം. കം ഔട്ട്. ആ, കൊച്ചു തമ്പുരാക്കന്മാരോട് കൂടിയാ പറഞ്ഞത്. ട്രാഫിക് നിയമം തെറ്റിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? ചിറ്റൂർ റോഡ് 1 വേ ആണെന്ന് അറിഞ്ഞൂടെ? അറിയാം. പിന്നെന്താ അതിലേ പോയത്? എല്ലാവർക്കും 1 വേയാ, പക്ഷെ എനിക്ക് 2 വേയാ. 2 വേ. 1 വേ ദിസ്, 1 വേ. ഹോം മിനിസ്റ്ററുടെ മകനാ. ഓ, ഐ എം സോറി. ഹോം മിനിസ്റ്റർ സർ, ഇതെങ്ങനെയുണ്ട്? സ്റ്റേറ്റുകാർ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? ഔട്ട്. ഇവളേതാ? എന്റെ പെങ്ങളാ. മിസ്റ്റർ, താൻ കൂടുതൽ കിടന്ന് വലിച്ചേരുണ്ടല്ലോ, ഈ തൊപ്പി കണ്ടില്ലെന്ന് വരും. നിന്റെ തന്ത വിചാരിച്ച നടക്കില്ല. പിന്നെയാണോ നീ? Bring him to station. കേരള വണ്ടിയിൽ ഇങ്ങോട്ട് മാറിക്കണം. എല്ലാത്തിനും പിടിച്ച് കേരള വണ്ടിയിൽ കൊണ്ടുപോ. എന്റെ പൊന്നു കുഞ്ഞ് അച്ഛനോടൊന്നും പറയല്ലേ, വയറ്റിപ്പഴപ്പാണ്. 4 വീലർ ഇരിപ്പുണ്ട് വണ്ടിയിൽ. ചുമ്മാ പറഞ്ഞ നീ വാ. ഹലോ, യെസ്, ടൗൺ പോലീസ് സ്റ്റേഷൻ. യെസ് സാർ. ഇല്ല സാർ, എത്തിയിട്ടില്ല സാർ. ജാമ്യത്തിൽ വിട്ടേക്കെ സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. ആ, അവരൊക്കെ എവിടെ? അല്ല സാർ, അവര് ഈ ലോക്കപ്പില് നന്ദു എവിടെ? നന്ദു എവിടെ? നന്ദു ഇവിടെയുണ്ട് സാർ. എന്നിട്ട് എവിടെ? അല്ല, അത് ക്വാർട്ടേഴ്സിലുണ്ട് സാർ. ക്വാർട്ടേഴ്സിലോ? ആരുടെ? ആരുടെയെന്ന് വെച്ചാൽ ഇത് സാർ, അത് ഈ പോലീസ് വകുപ്പ് മന്ത്രിയുടെ മകൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടക്കുന്ന ആരെങ്കിലും കണ്ടാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു നാണക്കേടല്ലേ സാർ. അതുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ രാമനാഥരുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് ആക്കിയിരിക്കുക. നോൺസെൻസ്. തന്നോട് ആര് പറഞ്ഞു ലോക്കപ്പിൽ കിടക്കുന്നവനെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റാൻ? അത് ഹോം മിനിസ്റ്റർ PA പറഞ്ഞു സാർ. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന പ്രതിയെ PAയും സെക്രട്ടറിയും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ താൻ മാറ്റുമോ? ഒന്ന് വേണോ അവനെ? സാറേ, അത് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. വാർഡന്റെ പരിചയക്കാരവരല്ല. വേറെ ആരൊക്കെയാടി നിന്റെ കസ്റ്റമേഴ്സ്? പറയാം. ഈ പെൺകുട്ടി ജാമ്യത്തിലിറക്കാൻ ആള് വന്നിരിക്കുന്നു. ഇരിക്കൂ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ഭാർഗവി മേനോൻ. നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ലീന എന്ന പെൺകുട്ടിയുടെ ഹോസ്റ്റൽ വാർഡനാ ഞാൻ. ആ കുട്ടിയെ ജാമ്യത്തിലിറക്കാനാ ഞങ്ങൾ വന്നത്. ആരെങ്കിലും ഒക്കെ അറിഞ്ഞ ഹോസ്റ്റലിനല്ലേ ചീത്തപ്പേര്. പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ലല്ലോ. ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്നാ നിങ്ങൾക്ക് സ്റ്റേഷൻ മാറിയതായിരിക്കും. ഇവിടെ വേറെ വനിതാ സ്റ്റേഷൻ ഒന്നുമില്ലല്ലോ. എന്തിനാ മാഡം വെറുതെ കള്ളം പറയുന്നത്? ആ കുട്ടി ഇവിടെയുണ്ട്. അവളെ ജാമ്യത്തിലെടുക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അല്പ തിരക്കിലാണ്. നിങ്ങൾ ചോദിച്ചതിന് റിപ്ലൈ തന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ച് പോകുകയാണെന്ന് ധരിക്കണ്ട. ഞങ്ങൾ ഈ നാട്ടിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. വീണ്ടും കാണാം. കാണാം. ലീനെ ചോദ്യം ചെയ്തതിൽ നിന്നും ആ ഹോസ്റ്റൽ വാർഡന് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പണച്ചാക്കുകളുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പറഞ്ഞു മയക്കി അവർക്ക് വലിയ ഓഫർ നൽകി
അനാശാസ്യ പ്രവൃത്തികൾക്ക് നയിക്കുന്നത് ആ സ്ത്രീയാണ്. അവരുടെ ബിസിനസ് നടക്കുന്നത് ഹോസ്റ്റലിൽ വെച്ചല്ല, അതിനടുത്തുള്ള ഏതോ ഒരു വീട്ടിൽ വെച്ചാണ്. അറസ്റ്റ് ചെയ്ത പെൺകുട്ടിക്ക് ആ വീട് എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. രാത്രിയിൽ കൂളിംഗ് ഗ്ലാസ് ഉള്ള കാറിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവിടും. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തക്കതായ എവിഡൻസ് വേണം. രാഷ്ട്രീയ ലെവലിൽ അവർക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു വേണം കേസ് കൈകാര്യം ചെയ്യാൻ. ശ്രീദേവിയെ ഒന്ന് വരട്ടി ആ പെൺകുട്ടിയെ കൊണ്ടുപോകാമെന്നാണ് വാർഡൻ വിചാരിച്ചത്. അത് നടക്കാത്ത സ്ഥിതിക്ക് വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ആ കുട്ടിയുടെ പാരന്റ്സ് ആരെങ്കിലും വന്നതിന് ശേഷം മാത്രം അയച്ചാൽ മതി. യുമേഗോ. ആ കൺട്രോൾ റൂം. എന്തൊക്കെയുണ്ട് മാഡം വിശേഷങ്ങൾ? കുറെ കാലമായാലോ കണ്ടിട്ട്. ഹസ്ബൻഡിന് സ്പോർട്സ് കോട്ടയില് ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയല്ലേ? ഇപ്പൊ SI യാ. ആ വെരി ഗുഡ്. അപ്പൊ പുള്ളിക്കാരൻ വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ SIയും ഭർത്താവ് കോൺസ്റ്റബിൾ ആണെന്ന് പറയുമ്പോ ഏത് പുരുഷനായാലും ഒരു ചെറിയ മനപ്രയാസം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഒപ്പത്തിനൊപ്പം ഇരിക്കാലോ. ജോർജ് സാർ വിചാരിക്കുന്ന പോലുള്ള കോംപ്ലക്സ് ഒന്നും അങ്ങേർക്കില്ല. അല്ല, സാറിന് ഇതൊരു പ്രൊമോഷൻ ഒന്നും ആയില്ലേ? എന്തിനാ മാഡം പ്രൊമോഷൻ? കുറെ ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഉത്തരവാദിത്തം കൂടുകയും ചെയ്യും, ഫ്രീഡം നഷ്ടപ്പെടുകയും ചെയ്യും. അത് ശരിയാ. 24 hours ഇങ്ങനെ വെള്ളം അടിച്ചടക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും സ്മെല്ല് തോന്നുന്നുണ്ടോ? കുറേശ്ശെ സാറിനോട് സംസാരിച്ചെന്നാ ജോലി നടക്കില്ല. വരട്ടെ. ഓക്കെ. അപ്പോഴേ ഹസ്ബൻഡിനോട് എന്റെ കൺഗ്രാജുലേഷൻ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. ആ ഓക്കെ ഓക്കെ. എന്താണ് സാറേ കമ്മീഷൻ അന്വേഷിക്കുന്നത്? അതാ ഞാൻ പോയിക്കോളാം. താൻ തന്നെ പണി നോക്കി പോ. ഒരു കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. താങ്ക്സ്. ഇന്ന് 2-3 അനോണിമസ് കോളുകൾ ഉണ്ടായിരുന്നു. എന്തൊരു ത്രട്ടനിങ് ആയിരുന്നു. എന്താ പറഞ്ഞത്? ഭർത്താവിനെ അധിക നാൾ ജീവനോടെ കാണില്ലെന്നും പിന്നെ നല്ല പുളിച്ച തെറിയും. ഇതൊക്കെ കേട്ട് പേടിച്ചു പോയോ? പേടിക്കാൻ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ആ, നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ പുതുതായി കുറെ പ്രബലന്മാരൂടെ ആയി. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യത്തിൽ ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ. ചേട്ടൻ ഈ ജോലി റിസൈൻ ചെയ്യുന്നത് നല്ലത്. നമുക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാം, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാമല്ലോ. ഏത് കാര്യത്തിലാ ടെൻഷൻ ഇല്ലാത്തത്? എനിക്കിതൊക്കെ ഒരു ത്രില്ല. വേണമെങ്കിൽ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു റബ്ബർ അച്ചായനോ അല്ലെങ്കിൽ ഒരു അബ്കാരി കോൺട്രാക്ടോടെ കഴിയാം. അതിനുവേണ്ടിയല്ലല്ലോ IPS എടുത്ത് ഞാൻ സർവീസിൽ കയറിയത്. എന്താ മൂടൗട്ടായോ? ഏയ്, ചേട്ടന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹോം മിനിസ്റ്ററുടെ മകൻ നന്ദുവിന്റെ കൂടെ അറസ്റ്റ് ചെയ്ത പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലെ നമ്പറാ. താൻ എക്സ്ചേഞ്ചിൽ പോയി ഈ നമ്പറിൽ നിന്നും വിളിക്കുന്നതും വരുന്നതുമായ കോളുകൾ ഒബ്സർവേഷനിൽ വെക്കാൻ പറയണം. യെസ് സാർ. അല്ല സാർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വാർഡനെ വിളിച്ചോണ്ട് വന്ന് ഒന്ന് വരട്ടിയാൽ മതി. കമ്പ്യൂട്ടർ പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് എല്ലാം പറയും സാർ. താൻ ഞാൻ പറയുന്നതങ്ങ് ചെയ്താൽ മതി. ഓ സാർ. പിന്നെ താൻ ഇന്ന് വൈകിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്തിനാ സാർ? വല്ല ട്രാൻസ്ഫർ ഓർഡർ വല്ലതും ഉണ്ടോ സാറേ? അതൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാ. ശരി സാർ. യു മേ ഗോ. Come on. Ask them. ഇതിന്റെ വരും വരാഴികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെയാണോ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ഇവരൊക്കെ ആരാണെന്നറിയാവോ? അറിയാം സാർ. ഉന്നതങ്ങളിൽ വലിയ പിടിപാടുള്ളവരാ. അതുകൊണ്ട് എന്റെ ഈ നടപടിക്ക് താമസിയാതെ ട്രാൻസ്ഫറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
സാറെന്താ ഇത്ര ആലോചിക്കുന്നത്? ഇവിടത്തെ ചില നേതാക്കന്മാരുടെ തനിനിറം നാട്ടുകാർ മനസ്സിലാക്കട്ടെ. യു ആർ റൈറ്റ്. ബട്ട് നമ്മൾ ഈ കേസിൽ അല്പം വിട്ടുവീഴ്ച ചെയ്യുന്നതല്ലേ നല്ലത്? അല്ല, ഈ റിപ്പോർട്ട് ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ കിട്ടിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കേസാണെന്ന് എനിക്കറിയാം. ഹോം മിനിസ്റ്ററുടെ മകനും മന്ത്രിസഭയിലെ ചില ഉന്നത നേതാക്കന്മാർക്കും കുറച്ചു നാളത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ചാർജ് ചെയ്യുന്ന കേസിന് ഒറ്റ നിയമമേ ഉള്ളൂ സർ. ആ നിയമം ആളും തരവും നോക്കി തിരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ എന്റെ സ്ഥിതി താനെന്ന് ആലോചിച്ച്, ഈ ഫയൽ ചീഫ് മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഓർഡർ. ഹോം മിനിസ്റ്റർക്ക് ഈ ഫയൽ കൊടുക്കരുതെന്നും ആര് പറയുന്നത് കേൾക്കും? റിട്ടയർ ചെയ്യാൻ ഞാൻ 1 വർഷം കൂടിയേ ഉള്ളൂ. സാറിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യണം. എടോ, മുഖ്യമന്ത്രി എതിർത്തിട്ടും പോലീസ് ട്രെയിനിങ് കാളയിലെ വാദ്യാരിപണിയുമായി നടന്ന തന്നെ ലോ ആൻഡ് ഓർഡർ DIG ആക്കിയത് ഞാനാ. എനിക്കിട്ട് തന്നെ താൻ പാര വെച്ച് കളഞ്ഞല്ലോ. ആ ഫയൽ CM അയക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ല എനിക്ക്. സർ, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ ആയിരുന്നു വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. എനിക്കറിയാം. എനിക്കിട്ടടിക്കാനൊരു വടി, അതാ CMന്റെ ഉദ്ദേശം. ആ കമ്മീഷണർ ഇത്രയും കുഴപ്പക്കാരനാണെന്ന് വിചാരിച്ചില്ല. അയാളെ ഒതുക്കാൻ എന്താ ഒരു വഴി? അങ്ങനെയൊന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല അയാള്. ഈശ്വരനെ പോലും വകവയ്ക്കാത്ത സ്വഭാവമാ. എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. കരകൗശല വികസന കോർപ്പറേഷന്റെ MD സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക. സാജൻ മാത്യു IPS ആ കസേരയിൽ ഇരുന്നാൽ തിളക്കം കൂടും. ഇപ്പൊ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയക്കറിയാം. അത് പുറത്തുവിട്ട പത്രക്കാരും പ്രതിപക്ഷവും കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുക. CM വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഹലോ, സാജൻ മാത്യു. എപ്പോ? വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ് ദേർ? റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാൻ പറയണം. അവൻ സിറ്റി വിട്ട് പോകും മുമ്പ് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ് എല്ലായിടത്തും നമ്മൾ ആൾക്കാരുണ്ടാക്കണം. ഓക്കെ, ഐ വിൽ കമ്മിങ് റൈറ്റ് നൗ. ആരാ ജയിൽ ചാടിയത്? നാളെ കാലത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്ന ഒരു ക്രിമിനലാ. വേഗം വരുമോ? നീ കിടന്നു, ഞാൻ വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. വരട്ടെ.
നോ മോർ എക്സ്ക്യൂസ്. കയ്യിൽ കിട്ടിയ പ്രതി വഴുതി പോയി എന്ന് പറഞ്ഞാൽ? യെസ് സർ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. തെറ്റ് എന്റെ ഭാഗത്താണ്. ഓ, ഇപ്പോഴെങ്കിലും അംഗീകരിക്കാൻ തോന്നിയല്ലോ. പക്ഷേ സാർ, പട്ടാപ്പാതിലേക്ക് റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ജയിൽ ബ്രേക്ക് അതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുമോ? ആരുടെയെങ്കിലും ശക്തമായ കരങ്ങൾ അതിന് പിന്നിലുണ്ടാവില്ലേ? ജസ്റ്റ് എ ബ്രെയിൻ വേവ്. ജയിൽ ചാടി പ്രതി ഹിസ് വെരി ഡേഞ്ചർ. കേസ് ഹിസ്റ്ററി പഠിച്ചതിൽ നിന്നും എന്റെ ഊഹം ശരിയാണെങ്കിൽ CMന്റെ ഫാമിലി, അതാണ് അവന്റെ ഉന്നം. യു മസ്റ്റ് ബി വെരി അലർട്ട്. എല്ലാ ലൂപ്പോൾസും അടയ്ക്കണം. CMന്റെ പ്രൊട്ടക്ഷൻ ഫുൾ പ്രൂഫ് ആയിരിക്കണം. യെസ് സർ, പൺ സാധ്യതയില്ല. യെസ്, യു മേ ഗോ. വാട്ട്സ് റോങ്? എക്സ്ക്യൂസ് മീ സർ, വണ്ടി മാറ്റണോ? മാറ്റണം. എടോ, വണ്ടി മാറ്റാൻ. താൻ എന്തായി കാണിക്കുന്നത്? എടോ, വണ്ടി മാറ്റാൻ. സെൽഫ് എടുക്കുന്നില്ല സാർ. എടോ, വണ്ടി എടുക്കാൻ. സ്റ്റാർട്ട് ആകുന്നില്ല സാർ. തള്ളാം. വേഗം ഓട്ടെ. തള്ളാം. തള്ളടോ. ചക്രം തള്ളാം. ഓട്ടെ. വേഗം ഓട്ടെ. തള്ളാൻ. ഓട്ടെ. എന്താ അവിടെ? വേഗം. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു.
ആരാത്? ആരാത്? ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ. കരീം സർ, കൂടുതൽ ഫോഴ്സിന് വേണ്ടി വരും. ഉടനെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ ചെയ്യും. ഹരിയം. ഹലോ, ഹെഡ്ക്വാർട്ടേഴ്സ്. എങ്ങോട്ടാ മോനെ? വീട്ടിലേക്ക്. മോന്റെ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും? ഡാഡി മമ്മിയൊക്കെ പുറത്തു പോയിരിക്കുക. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പോട്ടെ. കരീം, എങ്ങനെയുണ്ട്? സീരിയസ് ആണ് സാർ. എല്ലാരും ഒന്ന് മാറി നിൽക്കാൻ. എന്തത് ആരാണി? കമോൺ. എന്തൊരു തിരക്കാണെന്ന് നോക്കിയാ. എല്ലാവരും കൃത്യമായിട്ട് എടുത്തോളാം. കമോൺ. എക്സ്ക്യൂസ് മീ, ആക്ച്വലി ഈ ക്രിമിനൽ എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? ഞാൻ കേരള ഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടറാ. എല്ലായിടത്തും ഉണ്ടായിരിക്കണം. നിങ്ങളിങ്ങനെ ഒന്നും ഉണ്ടാവാൻ എങ്ങനെയാ? പിന്നെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയാലല്ലേ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ഒന്ന് പറയണം. ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. സൂക്ഷിച്ചു വേണം. ദേശസ്നേഹം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പോലീസ് ഓഫീസർ. ഈ പോലീസിനെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നേ. നമുക്ക് നല്ലൊരു ഫീച്ചർ തയ്യാറാക്കണം. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നോക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തോ. പെട്ടെന്നാവട്ടെ. കർട്ടൻ ഇട്ട് കളഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പണ്ട് ഞാൻ വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഒരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി വനമധ്യാതരങ്ങളിൽ നീങ്ങിക്കൊണ്ടിരുന്നു. സോറി സാർ, ഒരു പത്ര റിപ്പോർട്ടറാ, ക്ഷമിക്കണം. അരുൺ, നീ സറണ്ടർ ആവുന്ന നിനക്ക് നല്ലത്. നിനക്കൊരിക്കലും ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. ഈ വീട് മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അരുൺ, നീ സറണ്ടർ ആവുന്നതാണ് നിനക്ക് നല്ലത്. ഞാനൊന്ന് മോളിൽ കയറി ഇന്റർവ്യൂ കാണിക്കാലോ. ഞാനൊരു ശല്യമായി തീർന്നു. മെസ്സേജ് കൊടുത്തില്ലേ? കൊടുത്തു. കൂടുതൽ ഫോഴ്സിനെ ഉടനെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, അവൻ സറണ്ടർ ആവില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ? എനിക്കിപ്പോ തന്നെ അറിയണം. വേണ്ട, ഒന്ന് മാറി നിൽക്കണോ? ഫോട്ടോ എടുത്തോ. എന്റെ അല്ല, അവിടെ ഫോട്ടോ ഒക്കെ എടുത്തത് മതി. മാറ്.
പത്രധർമ്മത്തിൽ കൈവെക്കല്ലേ. തന്റെ മുഖത്ത കൈവയ്ക്കേണ്ടത്. ഒന്ന് മാറി നിൽക്കണം. ആക്ച്വലി Shut up. എന്താ ഇവിടെ ഫോട്ടോ എടുത്തോ. എന്റെ മോൾക്ക് എന്ത് പറ്റി? നിങ്ങൾ അങ്ങോട്ട് പോകരുത്. പോകാൻ പറ്റില്ലേ? അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. സർ പ്ലീസ് കം. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം പ്ലീസ്. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. പക്ഷേ സാർ അവർക്ക് ജോണ്ടിസ് ആണ്. ഇപ്പോഴാണ് റിസൾട്ട് കിട്ടിയത്. ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്റെ മോടെ ജീവനാണ് വലുത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അതാരാ? അച്ഛനും അമ്മ. സാർ, കുട്ടി അകത്തുള്ള സ്ഥിതിക്ക് ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഇമ്പോസിബിൾ ആണ്. ആ ആ പിന്നെ സാർ. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും അടുത്ത വീട്ടിലെങ്ങനെ? സാർ, എന്തായി? 24 hours കഴിഞ്ഞാൽ പറയാൻ പറ്റൂ. ഇൻസ്പെക്ടർ അങ്ങോട്ട് ചെല്ലൂ. യെസ് സാർ. ഇങ്ങനെയൊക്കെയായ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്നിട്ടും മിനിസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റി ചെലവ് കുറയ്ക്കണം എന്നല്ലേ പ്രതിപക്ഷം പറയുന്നത്? അവർക്ക് അങ്ങനെയൊക്കെ പറയാം. അനുഭവിക്കുന്നത് നമ്മളല്ലേ. ദൈവാധീനം കൊണ്ട് മാത്രമാ CM രക്ഷപ്പെട്ടത്. എന്റെ പടച്ചോനെ, ഈ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും മുക്തനായിട്ടില്ല. വെള്ളമാണ്. എന്നാ ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ രാജ്യം ഇന്ന് ഭീകരപ്രവർത്തകരുടെ വിഹാര കേന്ദ്രമായി മാറി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ദാരുണമായ ഈ ആക്രമണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതായിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങളും സ്ഫോടനങ്ങളും സൃഷ്ടിച്ച് ദേശീയ സുരക്ഷിതത്വം പോലും തകർക്കാൻ ചില വിദേശ ശക്തികളുടെ പിൻബലത്താൽ ഇരുട്ടിന്റെ ശക്തികൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരം പ്രവണതകൾക്കെതിരെ ജനവികാരം ആഞ്ഞടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
CM നേരെ ഉണ്ടായ ആക്രമണം ഇവിടുത്തെ ജനാധിപത്യവാദികളെയും സമാധാനകാംക്ഷികളെയും അത്യധികം ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പകപോക്കലാണോ ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. CMന്റെ വിലപ്പെട്ട ജീവൻ, അതായിരുന്നു അക്രമിയുടെ ഉന്നം. എന്നാൽ ആ ലക്ഷ്യം നിറവേറിയില്ല. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഇപ്പോ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. മുഖ്യമന്ത്രിയുടെ വധശ്രമത്തിന് പിന്നിലുള്ള ശക്തിയെ കണ്ടുപിടിക്കാൻ ഉടൻ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കണം. സാധാരണ മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്ന സെക്യൂരിറ്റി മാത്രം പോരാ മുഖ്യമന്ത്രിക്ക്. വളരെയേറെ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടാവാം. അതൊക്കെ അറിയാവുന്ന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് വേണ്ടത്ര സെക്യൂരിറ്റി കൊടുത്തില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നിടത്ത് ആരും കാര്യമായി ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് വാർഡ് വിറ്റ്മാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇനി പോലീസിന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അതിനെപ്പറ്റി വേണ്ട വിധത്തിൽ അന്വേഷിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി നമുക്ക് ആലോചിക്കാനുള്ളത് മന്ത്രിസഭയുടെ ഭാവി പരിപാടികളെ കുറിച്ചാണ്. നാളെ ഒരു പൊതു ഒഴിവ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിക്ക് അനുശോചനം രേഖപ്പെടുത്തിയാലോ? അനുശോചന രേഖപ്പെടുത്തുന്നത് ആരെങ്കിലും മരിക്കുമ്പോഴല്ലേ നേതാവേ? മുഖ്യമന്ത്രിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ തന്നെ 6 മാസമെങ്കിലും ചുരുങ്ങി അദ്ദേഹം റെസ്റ്റ് എടുക്കണം. തിരിച്ചു വന്നാലും ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ആദ്യമായി ഒരു ആക്ടിംഗ് ചീഫ് മിനിസ്റ്റർ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഒരാഴ്ചയോ ഒരു മാസമോ ആണെങ്കിൽ ഒരു ആക്ടിംഗ് CMനെ തിരഞ്ഞെടുക്കാം. ഇതങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സമ്മതനായ ഒരു നേതാവിനെ അടുത്ത മുഖ്യനായി തിരഞ്ഞെടുക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്ക് എന്റെ മോളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. ഞാൻ പറയുന്നു ഒന്നും പറയണ്ട. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എത്ര നേരമായി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അല്പസമയം കൂടെ ക്ഷമിക്കൂ. പേടിക്കുന്നു. മിസ്റ്റർ സാജൻ മാത്യു, കുട്ടിക്ക് അസുഖം കൂടുതലാ. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ ഇവിടെ എത്തിക്കണം. അഭ്യാസം കയ്യിലിരിക്കട്ടെ. കുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ ഡോക്ടറെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് അയക്കണം. ഹലോ ഡോക്ടർ, ഐ എം സാജൻ മാത്യു. മനസ്സിലായി, ഇരിക്കൂ. ഡോക്ടർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പാരലൈസിസ് ആയ ഒരു കുട്ടി ജോണ്ടിസായി കിടക്കുകയാണ്. നല്ല ടെമ്പറേച്ചറും ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെന്താ? ചീഫ് മിനിസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. സോറി മിസ്റ്റർ സാജൻ മാത്യു, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനൽ മുമ്പിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്. ഡോക്ടർ, ആ കുട്ടിയുടെ നില സീരിയസ് ആണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്ലീസ് മിസ്റ്റർ സാജൻ, ഈ വക കേസിൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ വൈഫിനെ കൂട്ടിക്കൊണ്ട് പോകൂ. അവരും ഡോക്ടറല്ലേ? എന്താ എത്ര ലേറ്റ് ആയത്? പാർട്ടി ഇപ്പൊ തുടങ്ങി കാണും. പാർട്ടിക്കൊക്കെ പിന്നെ പോവാം. വാ. എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം. നീ വാ. ഡോക്ടർ, ഡോക്ടർ, 1 മിനിറ്റ്. കമ്മീഷൻ നിങ്ങളിവിടെ ബലം പ്രയോഗിച്ചു കൊണ്ടുവന്നാണോ അതോ നിങ്ങൾ സ്വയം വന്നാണോ? സ്വയം വന്നതാ. ആ തീവ്രവാദിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാനസികത എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? നിങ്ങൾ ആരാ? ഒരു പാവപ്പെട്ട ലേഡി ഡോക്ടറുടെ ജീവൻ പന്താടുന്ന പോലീസ് കമ്മീഷണർ. കമ്മീഷണർ ഭാര്യ. അപ്പോ പോലീസ് കമ്മീഷണർ ഡോക്ടറുടെ ഭർത്താവായിട്ട് വരുമല്ലോ. കുറെ നേരമായിട്ട് ശല്യം ചെയ്യാണല്ലോ. അതിന്റെ ഒരു പ്രശ്നം പറ്റും. കമോൺ. നാളത്തെ എന്റെ പത്രം പുറത്തിറങ്ങുമ്പോ എനിക്കൊരു ചുക്കും റിപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ഉണ്ടല്ലോ, കർമ്മധീരനായ പോലീസ് കമ്മീഷണർ ആയുധധാരിയായ തീവ്രവാദിയുടെ മുമ്പിലേക്ക് സ്വന്തം ഭാര്യയെ പറഞ്ഞുവിടുന്നു. എന്തൊരു ചങ്കുറ്റം! യു ഗോട്ട് ഇറ്റ്? ഇല്ല. അരുൺ, ഡോക്ടറും അറ്റൻഡറും എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അയക്കാം. വേണ്ട, ഒരാൾ മാത്രം മതി. ഡോക്ടർ മാത്രം അയക്കുക.
ധൈര്യമായിട്ട് ഞാനുണ്ട്. ബാഗ് ഉറക്ക്. നടക്ക്. നാക്കുന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം വേണം. എന്തിനാ? സ്റ്റെറിലൈസ് ചെയ്യാൻ. നടക്ക്. അവിടെ ഒന്നും പേടിക്കണ്ട. എന്താ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. നടക്ക്. മരുന്ന് അവിടെ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ചെല്ല്. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ധൈര്യം ഇരിക്കും. വരട്ടെ. മിസ്റ്റർ സാജൻ മാത്യു, കുട്ടിക്ക് അസുഖം കൂടുതലാ. ഡോക്ടറെ ഒന്നുകൂടെ അയക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓരോ മൂമെന്റ്സ് കെയർഫുൾ ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോ. ജെസ്സി നിൽക്ക്. ഗോ. ടെമ്പറേച്ചർ കൂടുതലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തു നോക്കാം. കുറവില്ലെങ്കിൽ ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. ആ
ഇരിക്കവിടെ. അനങ്ങിപ്പോരുത്, കൊല്ലും ഞാൻ. ഇരിക്കാൻ. ബ്ലഡ് കണ്ടമാനം പോകുന്നു. നിർത്ത്. എന്താ ഇത്? ടെക്നസ് ടോക്സൈഡ്. സെപ്റ്റിക് ആകാതിരിക്കാനാ. ഇതെടുത്താൽ ചത്തുപോകുന്നില്ലല്ലോ? ഇല്ല. എടുക്ക്. വേണ്ട, തനിയെ എടുക്ക്. എടുക്കാൻ. നല്ല മയക്കം തോന്നുന്നുണ്ട് അല്ലേ? മിസ്റ്റർ സാജൻ മാത്യു, നോ നോ, ഡോണ്ട് ആക്ട് സ്മാർട്ട്. Open the door. Make a hospital key. Quick, quick. ഇത്രയും ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇതിലും ഭേദം
എന്നെ കൊന്നു കളഞ്ഞൂടെ? ജയൻ എന്ത് പറഞ്ഞാലും തമാശയാ. എനിക്കെന്തോ പേടിയാവുന്നു. നമ്മുടെ ഈ ബന്ധം ജയന്റെ അച്ഛൻ അംഗീകരിക്കാൻ തോന്നുന്നുണ്ടോ? എടോ, എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്ന് കരുതി ആള് പാവാടോ. അതൊക്കെ ഇപ്പൊ പറയും, കാര്യത്തോടെ എടുക്കുമ്പോ കാണാം. എന്ത് കാണാൻ? ഇയാള് ധൈര്യമായിട്ടിരിക്കെ. വാ, വാ, ഇരിക്ക്. പിന്നെ കൈയുണ്ടോ? ഇതാണ് ഭാഗ്യരേഖ. ഇതങ്ങോട്ട് തെളിഞ്ഞാൽ ആ കൊട്ടാരം കണ്ടോ? അതുപോലെ കൊട്ടാരം കെട്ടി നമ്മുടെ ഏട്ടാ ചായ അവിടെ വച്ചേക്ക്. 1223. ഏതാ ബൈക്ക്? ഒളിച്ചു കളിയൊന്നും വേണ്ട, ഞാൻ കണ്ടതാ. ഏതാ ചെക്കൻ? ജയൻ. അവന്റെ പേരല്ല ചോദിച്ചത്, അവൻ ആരാന്ന്? എന്റെ കോളേജ് മേറ്റാ. വീട്? മുഖ്യമന്ത്രിയുടെ മോനാണ്. മുഖ്യമന്ത്രിയുടെ? വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും സഹിച്ചാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും വിവരവും ഒക്കെ നിനക്കുണ്ടല്ലോ. അവരൊക്കെ വലിയ ആൾക്കാരാ. സിനിമയിലെ നാടകത്തിലെ പോലെ ഇക്കാലത്തൊന്നും സംഭവിക്കില്ല. ഒരു സാധാരണ പെൺകുട്ടിയും മുഖ്യമന്ത്രിയുടെ മകനും. അതും പോരാഞ്ഞിട്ട് ഞാനാണെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ശത്രുവിന്റെ ആളും. എല്ലാം ജയൻ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആണോ ഈ ബന്ധം? അതെ. നിന്റെ കാര്യമല്ല, അവന്. എന്നെ അവിശ്വസിക്കരുത്. ഇക്കാര്യത്തിലൊരു വഞ്ചന കാണിക്കാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അൺപ്രഡിക്റ്റബിൾ ആണ് അച്ഛൻ്റെ നേച്ചർ. സമ്മതിക്കാം, സമ്മതിക്കാതിരിക്കാം. എനിക്ക് വേണ്ടി ചേട്ടൻ അച്ഛനോട് സംസാരിക്കാമോ? സംസാരിക്കാം. അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം. എങ്ങോട്ട് നോക്കാമെന്ന്? മാനത്തോട്ടാ? എന്റെ പെങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങി. അച്ഛൻ എതിർത്താൽ എന്താണ് തന്റെ തീരുമാനം? അച്ഛൻ സമ്മതിക്കും, സമ്മതിക്കാതിരിക്കില്ല. നല്ല ആലോചന, ഒന്നാന്തരം അലയൻസ്. ഏത് സംസ്ഥാന മുഖ്യമന്ത്രി മോളാടോ ഈ മായ? ഓ, അല്ല ഇനി വല്ല വ്യവസായ പ്രവന്റെ മോളാണോ? അതോ അബ്കാരി കോൺട്രാക്ടറോ തോട്ടം മുതലാളിയോ അങ്ങനെ വല്ലവരുടെ മോളായിരിക്കും. സർ, ഞാൻ നാണം ഉണ്ടോടോ എനിക്ക്? അതും അല്ലെങ്കിൽ പോട്ടെ, സ്ഥിരബുദ്ധിയെങ്കിലും ഉണ്ടോ? കല്യാണാലോചന ഇങ്ങോട്ട് വരാൻ പറ്റിയ സ്ഥലം. സാറിന്റെ മകന്റെ ആഗ്രഹപ്രകാരം കൂടിയാ ഞാൻ ഈ ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓ, അത് ശരി. കൊച്ചി രാജകുടുംബത്തിലെ രാജകുമാരിയല്ലേ? അവന് കണ്ടപ്പോഴേ സ്വയംവരമോഹം ഉണരാൻ. നല്ല തറവാട്ടി പിറന്ന പയ്യന്മാരെ വലവീശി വീഴിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. തറവാട്ട് മഹിമ. വാടാനപ്പള്ളിയിലെ 3 കൂടിയ മുക്കിൽ കൂലിത്തല്ലും ഗുണ്ടായുസവുമായി നടന്ന വാസുവിന്റെ തറവാട്ട് മഹിമയെ കുറിച്ച് പ്രസംഗിക്കണ്ട. അടി കൊണ്ടും കൊടുത്തും കൈ പൊങ്ങാതായപ്പോ ആഹാരം ഒരു ചോദ്യചിഹ്നമായി, പിന്നെ മുദ്രാവാക്യമായി ജീവിതമാർഗം. അണ്ണാക്കിന്റെയും കുറുനാക്കിന്റെയും ബലം കൊണ്ട് ഒരുപാടങ്ങ് ഉയർന്നു. കാലുവാരിയും കുതികാൽ വെട്ടിയും വാസു അങ്ങ് വളർന്നു. നക്ഷത്രഫലം, വാസു വാസുദേവ പണിക്കരായി, മുഖ്യമന്ത്രി വരെയായി. ഒരുപാട് മഹാരഥന്മാരിരുന്ന ആ കസേരയ്ക്ക് അറയ്ക്കുന്നുണ്ടാവും. പറഞ്ഞു തീരട്ടെ സാറേ. സാറെന്താ സ്വപ്നം കണ്ടേ? ജനപിന്തുണയുള്ള മുഖ്യമന്ത്രിമാരും തറവാട്ട് മഹിമയുള്ള തോട്ടോടമകളും കല്യാണം ആലോചിച്ച് ക്യൂ നിൽക്കുന്നോ? പഴയ കാലമല്ല സാറേ. 100% സാക്ഷരതയായി. ജനം പത്രം വായിക്കുന്നുണ്ട്. അങ്ങ് ഡൽഹിയിൽ ആഞ്ഞൊരു കാറ്റ് വീശിയാൽ ആദ്യം തെറിക്കുന്ന മന്ത്രി കസേര സാറിൻ്റെതായിരിക്കും. ഇയാളെ പിടിച്ച് പുറത്താക്ക്. വേണ്ട, ഞാൻ പോകാൻ തന്നെയാ വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് മകനെ ഇനി എന്റെ പെങ്ങളുടെ ചുറ്റുവട്ടത്തെങ്ങാനും കണ്ടാൽ
നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു വിളിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. എനിക്ക് ജയനെ ഒന്ന് കാണണം. ജയൻ എന്നെ ചതിക്കില്ല, എനിക്ക് ഉറപ്പാ. അതിന് ആളിനെ ഒന്ന് കണ്ടു കിട്ടിയിട്ട് വേണ്ടേ? അവന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു. നീ പറഞ്ഞ സ്ഥിരം സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. ആ, തന്തയ്ക്ക് പണവും അധികാരവും ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മായേ, 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 ജയൻ വന്നിരുന്നു. നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ ജയന്റെ അച്ഛൻ. പക്ഷെ ജയൻ എന്നെ കൈവിട്ടില്ല. നാളെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നു. ചേട്ടനെ കണ്ടിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ വൈകിയാൽ എല്ലാ അനുഗ്രഹങ്ങളും ഈ അനിയത്തിക്കുണ്ടാവില്ലേ? സ്നേഹത്തോടെ സ്വന്തമായ. മുഖ്യമന്ത്രിയായ വാസുദേവ പണിക്കർക്ക് എന്റെ പെങ്ങൾ മായയുടെ കൊലപാതകം ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ ഒരു ഫോൺ കോളിന്റെ ചെലവേ ഉണ്ടായുള്ളൂ. മായയുടെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ നിയമത്തിന്റെ സഹായം തേടി ഞാൻ എവിടെയെല്ലാം കയറിയിറങ്ങി. ഒടുവിൽ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോ ഹോം മിനിസ്റ്ററെ കാണാനായി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൽ നിന്ന് അറിയപ്പെടാത്ത ചില രഹസ്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോ പോലീസ് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? അത് സ്റ്റേഷനിൽ എന്നിട്ട് പറയാം. കാര്യം അറിയാതെ ഞാൻ വരില്ല. നീ വരില്ലേ? നടക്കണം. എന്റെ പെങ്ങളെ കൊന്ന് എന്നെ കുറ്റവാളിയാക്കിയ ഒരുത്തനോടെ ജീവിച്ചിരിക്കാൻ പാടില്ല. എനിക്കുടനെ ഒരു വാഹനം ആവശ്യമാണ്, വിത്ത് ഫുൾ ടാങ്ക് പെട്രോൾ. എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ പറഞ്ഞ പോലെ വണ്ടിയിൽ 1 ലിറ്റർ പെട്രോളിലേ അടിച്ചിട്ടുള്ളൂ. അതെ സാർ. അരുൺ, വാഹനം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ സൈഡിലൂടെ മൂവ് ചെയ്യണം. ഫർദർ ഇൻസ്ട്രക്ഷൻസ് ഞാൻ തരും. ബി അലർട്ട്. രാജൻ സർ, അവന്റെ കൈവശം എക്സ്പ്ലോസീവ്സ് എന്തെങ്കിലും കാണാതിരിക്കില്ല. അവന് എനിക്ക് ജീവനോട് ആവശ്യമുണ്ട്. ഓക്കെ?
ഓക്കെ, മൂവ് ബാക്ക്, മൂവ് ബാക്ക്. ഗൺ ഡൗൺ. തോക്ക് താഴെ ഇടാൻ. കീ. ബാക്ക്. കീ. ആ, അവിടെ ഓക്കെ. മാറ്. Inform the headquarters. March. Excuse me. Just a minute. അരുൺ, പ്ലീസ്, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം. ഓ, സമ്മതം തന്നല്ലോ, താങ്ക്സ്. പക്ഷെ നീ തല കീഴായി സ്വപ്നം കാണുന്ന പോലെയല്ല. ഇഞ്ചിഞ്ചായിട്ട് നിന്നെ ഞാൻ കൊല്ലും. അന്നൊരല്പം ഉന്നം പഴച്ചു, പാഴായി. മകനല്ലെങ്കിൽ അപ്പൻ. 7 തലമുറ മുന്നോട്ടും പിന്നോട്ടും ചോദിക്കാമെന്നാണല്ലോ ശാസ്ത്രം. സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്റെ പെങ്ങൾക്ക് നീ കൊടുത്ത ശിക്ഷ ആലോചിച്ചാൽ ഒന്നും അധികമാവില്ല. ഒന്നും. മായയുടെ കഴുത്ത് ഞെരിച്ച കൈകളിലൊന്ന്. തെറ്റിപ്പോയി അരുൺ. ആ കൈകൾ ഇതല്ല. ഇല്ല, നീ കള്ളം പറയുന്നു. സത്യം, സത്യം, 100% സത്യം. എന്താ വല്ലാതിരിക്കുന്നത്? ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ വിഷമാണോ? എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭയം. ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ മായിക്ക്? നിറവറയുടെയും നിലവിളക്കിന്റെയും മുമ്പിൽ വെച്ച് വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു വിവാഹം, അതായിരുന്നു മനസ്സിൽ, അല്ലേ? നാട്ടിൽ വെച്ച് രജിസ്റ്റർ മാരേജ് നടത്തിയാൽ എങ്ങനെയായാലും അച്ഛൻ അറിയും, ആകെ പ്രശ്നമാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. താൻ ഇങ്ങനെ തളർന്നാലോ? വലിയ വാചകമൊക്കെ അടിച്ച ആളല്ലേ? ആരെങ്കിലും നമ്മളെ അന്വേഷിച്ചു വന്നാലോ? ധൈര്യമായിരിക്കും. നമ്മൾ ഇവിടെയുള്ള വിവരം ആർക്കും അറിയില്ല. ഇത് നന്ദുവിന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസാ. നന്ദുവും കൂട്ടുകാരും പോയോ? ആ, അത് കൊള്ളാം.
നമ്മുടെ വിവാഹത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടിയല്ലേ അവർ വന്നിരിക്കുന്നത്. എന്നിട്ട് അവരെന്തി? അവർക്ക് ഞാനൊരു ബാച്ചിലേഴ്സ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. എല്ലാരും ലോണിലുണ്ട്. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് അവനിത് കാണുന്നില്ലല്ലോ. എങ്ങനെ വരാനാ? അത്ര പെട്ടെന്ന് വരാവുന്ന കണ്ടീഷനിലല്ലല്ലോ അവൻ. ഉഗ്രൻ ഡിഷ്പാണ്ടിയല്ലേ കയ്യില്. എല്ലാരും നല്ല ഫോമിലാണല്ലോ. ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കരുത്. എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ട, കുടിക്കടാ. ഞാൻ വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സും കഴിച്ചോളാം. നീ ബാച്ചിലേഴ്സ് പാർട്ടി നടത്തിയിട്ട് ഒരു സ്മോൾ പോലും കഴിക്കില്ലെന്ന് വെച്ചാൽ അത് നടക്കില്ല. നീ സൂഹിക്കുമ്പോ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാനാ? പിന്നെ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വെറുതെ നിന്റെ അച്ഛനെയും വീട്ടുകാരെയൊക്കെ എതിർത്തിട്ട് മായ വിവാഹം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോടാ? നിന്റെ അച്ഛന്റെ പൊസിഷൻ എന്താ? അതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? 2 പെഗ് അകത്ത് എന്നാലേ സത്യം പറയാൻ പറ്റൂ. പ്രേമിച്ച പിന്നെ ഒരിക്കലും കെട്ടരുത്. സൂത്രത്തിൽ കാര്യം സാധിച്ചിട്ട് ഡിസ്പോസ് ചെയ്തേക്കണം. അതാ ബുദ്ധി. എടാ, കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കട്ടെ. വേറെ എന്തെങ്കിലും കാര്യം പറയും. പോടാ അവിടുന്ന്. നിനക്ക് അവളെ എളുപ്പത്തിൽ തഴയാൻ ഇതൊരു ചാൻസാ. ഞങ്ങളും കൂടി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് നിന്റെ അടുത്ത് അവകാശം പറഞ്ഞുകൊണ്ട് വരാൻ പറ്റുമോ? അളിയന്മാരെ, എങ്ങനെയുള്ള ഐഡിയ? ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരു കുഴപ്പവും വരാത്ത ഈ ബില്ല് നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം. നീ അടിച്ചു വരടാ. പായേ പായേ തന്ത ഹോം മിനിസ്റ്റർ ആണെന്ന് കരുതി എന്ത് പോക്കിരിത്തരവും കാണിക്കാമെന്ന് വെച്ചു അല്ലടാ. പത്രക്കാരിന്ന് മണത്തറിഞ്ഞാ മതി സെൻസേഷണൽ ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ അസംബ്ലി ചർച്ചയായി, ചോദ്യമായി, ബഹളമായി, ഒച്ചപ്പാടായി. എന്റെ കസേരയാ തെറിക്കുന്നത്. നീ ജയിലിലും ആവും. അത് ഒരബദ്ധം. അബദ്ധം? എന്നിട്ട് അവളുടെ ബോഡി എന്ത് ചെയ്തു? കടലിലെറിഞ്ഞു. എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ആ ഡെഡ് ബോഡി എവിടെയെങ്കിലും അടിഞ്ഞു കയറിയാൽ? എന്നിട്ട് മറ്റവനെവിടെ? ജയൻ. അവൻ കുടിച്ചു ബോധമില്ലാതെ മുറിയിൽ കിടപ്പുണ്ട്. സൂക്ഷിക്കണം. ചിലപ്പോ ജയൻ പുറത്തിറങ്ങി സത്യം തോന്നു പറഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. നീ ചെല്ല്.
വാ കേറ്. ജയനും ആ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റേപ്പ് അറ്റംപ്റ്റ് അല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഒതുക്കാവുന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക പ്രതിപക്ഷവും പത്രക്കാരും. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ശത്രുക്കള്. ആരെങ്കിലും ഈ കേസൊന്ന് കുത്തിപ്പൊക്കിയ നാണക്കേട് മാത്രമല്ല മന്ത്രിസഭയുടെ തായ്വേര് വരെ ഇളകിപ്പോവും. മരിച്ചുപോയ ആ പെണ്ണിന് ബ്രദറുണ്ട്, അരുൺകുമാർ. അവനാണെങ്കിൽ എന്റെ പാർട്ടി പ്രവർത്തകനാ. പക്ഷെ നാട്ടുകാരെല്ലാരും ചേർന്ന് പ്രതിഷേധപ്പെടണവും മറ്റും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കിപ്പോ രൂപമില്ല. എങ്ങനെയെങ്കിലും ജയനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. താനും കൂടി വിചാരിച്ചാലേ നടക്കൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്താ? അത് കുഴപ്പമില്ലടോ. ഒരു കുഴപ്പമില്ല. എന്തും പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാ. അതിനൊക്കെ വഴികളുണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാറ് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് നാളത്തേക്ക് കൂടി ജയൻ ഒളിയിൽ തന്നെ കഴിയട്ടെ. ഒച്ചയും ബഹളവും ഒക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇത് വലിയ കാര്യമാണോ? DIG Verma here. Sir. പക്ഷേ സർ, താൻ ഞാൻ പറയുന്ന പോലെ ചെയ്തേച്ചാ മതി. ഇതൊക്കെ തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട വല്ല കാര്യമുണ്ടോ? താൻ ഇങ്ങനെ പേടിച്ചാ പറ്റുമോ? ഒരു കുഴപ്പം വരില്ലടോ. തന്റെ കൂടെ ഞാനില്ലേ? ഓക്കെ സർ. പലരെയും രക്തസാക്ഷികളാക്കിക്കൊണ്ടാണ് ജനാർദ്ദനൻ നായർ ഇന്ന് ഈ ഹോം മിനിസ്റ്റർ പദവിയിലെത്തിയത്. ഒരേ മന്ത്രിസഭയിലെ മന്ത്രിമാരാണെങ്കിലും എന്റെ അച്ഛനും ജനാർദ്ദനൻ നായരും തമ്മിൽ മാനസികമായി ബദ്ധശത്രുക്കളായിരുന്നു. ഈ മിനിസ്ട്രി ഫോം ചെയ്യുമ്പോഴേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഏത് നിമിഷവും അച്ഛനെ കായ്വാരി മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ഒളിവിൽ താമസിപ്പിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തി നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാനാണ് മായയെ കൊന്നതെന്ന് ജയിലിൽ കിടന്ന് നിങ്ങൾ വിശ്വസിപ്പിച്ചു. സ്വന്തം സഹോദരിയുടെ ഘാതകനെതിരെ ഉണ്ടാകുന്ന പ്രതികാരദാഹം നിങ്ങൾ ഉണർത്തി. എന്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങളെ കരുവാക്കി. എല്ലാവരും ഇരിക്കൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാനത്തിന്റെ ആക്ടിംഗ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നമ്മുടെ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ കർഷക ലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീ ജനാർദ്ദനൻ നായരെ അനുമോദിക്കാനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മലയോരങ്ങളിലും പാടശേഖരങ്ങളിലും മണ്ണിനോട് മല്ലടിച്ച് അധ്വാനം വേർപ്പാക്കുന്ന പാവപ്പെട്ട കർഷകർ ഊട്ടി വളർത്തി നമ്മുടെ പാർട്ടി നിർണായകമായ ശക്തിയായി മാറിയതിന്റെ വ്യക്തമായ തെളിവാണ് ശ്രീ ജനാർദ്ദനൻ നായർക്ക് ലഭിച്ച ഈ മുഖ്യമന്ത്രി സ്ഥാനം. എതിരാളികളുടെ പോലും അംഗീകാരം പിടിച്ചുപറ്റി സമാരാധ്യനായി മാറിയ ശ്രീ ജനാർദ്ദനൻ നായർക്ക് ഈ സ്ഥാനം തീർച്ചയായും ഒരു തിലകക്കുറിയായിരിക്കും. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെക്ക്. 2 MLA-മാരുമായി തുടങ്ങിയ കേരള കർഷക പാർട്ടി ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റി ഇന്നൊരു വലിയ പാർട്ടിയായി വളർന്നത്
ശ്രീ ജനാർദ്ദനൻ നായരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് മാത്രമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ശ്രീ ജനാർദ്ദനൻ നായരുടെ സ്ഥാനലബ്ധി കാലുമാറ്റക്കാരുടെയും പിളർപ്പന്മാരുടെയും പാർട്ടി എന്ന് നമ്മെ അധിക്ഷേപിച്ചവർക്കുള്ള ഒരു ശക്തമായ തിരിച്ചടിയായിരിക്കുന്നു. ശ്രീ ജനാർദ്ദനൻ നായർ മേൽക്കുമേൽ വളർന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ കൈയാളാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ നല്ലവരായ സുഹൃത്തുക്കളെ, ഇന്ന് ഇങ്ങനെ ഒരു അഭിനന്ദന ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വാസുദേവ പണിക്കർ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഈ അവസരത്തിൽ നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച ഭാരിച്ച ചുമതല കൃത്യമായി നിർവഹിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. Hi, happy? Cheers! സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എതിരാളികളെ അടിച്ചൊതുക്കാൻ തെളിഞ്ഞും മറഞ്ഞും നീ എന്നെ ഉപയോഗിച്ചു. നിനക്കൊരു മുഖ്യമന്ത്രി കസേര ഒരുക്കാൻ വേണ്ടി എനിക്കൊരു മാവ് മുറിക്കേണ്ടി വന്നു, എന്റെ പെങ്ങളുടെ ചിതയൊരുക്കാൻ. നീ അവസാനിച്ചാൽ നാളെ ആ കസേര ആദർശ രാഷ്ട്രീയത്തിന്റെ സിംഹാസനം ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം. നീ പോയാൽ മറ്റൊരു വലിയ കള്ളൻ വരും. നിന്റെയൊക്കെ കുലം മുടിക്കാൻ, വംശത്തിന്റെ വേരറുക്കാൻ 12 തവണ ലോകം ചുറ്റാൻ ഞാൻ പരശുരാമനല്ല. ഒരുത്തനെങ്കിൽ ഒരുത്തൻ, അവന്റെ തലമുറ, അത് തീർന്നാൽ അത്രയും മാലിന്യമെങ്കിലും ഇല്ലാതാകണം. കർക്കടകവാവിന് ആലുവ മണപ്പുറത്ത് ആരാനും വിടുന്ന ബലിച്ചോറെങ്കിലും ഉണ്ട് എന്റെ പെങ്ങളുടെ ആത്മാവ് ശാന്തി അടയട്ടെ.